മനസ്സിൽ ഉണരും ആയിരം വസന്തം, മനസ്സിൽ ഉണരും യേശുവേ നിൻ ഗാനം ആലപിക്കുമ്പോൾ, യേശുവേ നിൻ ഗാനം ആലപിക്കുമ്പോൾ, നിൻ തിരുനാമമെന്നാവിലുണരുമ്പോൾ ആയിരം താരകൾ പൂക്കും. കുഞ്ഞുങ്ങൾ പുഞ്ചിരി തൂകും സ്വരത്തിലും നിൻ ഗാനം, പൂക്കൾ തൻ സുഗന്ധത്തിലും തീരാത്ത നിൻ സാമീപ്യം. ആയിരം വസന്തം മനസ്സിൽ ഉണരും, ആയിരം വസന്തം മനസ്സിൽ ഉണരും. ദുഃഖമറിയും മാനുഷർ നിൻമുഖം കാൺമാൻ കൊതിപ്പൂ, നിൻ ദുഃഖമറിയും മാനുഷർ നിൻമുഖം കാൺമാൻ കൊതിപ്പൂ. നിന്നെ അറിയുന്നോരാരും ഈ ഉലകിൽ ആനന്ദം നേടാതടങ്ങുകില്ല. നിന്നെ അറിയുന്നോരാരും ഈ ഉലകിൽ ആനന്ദം നേടാതടങ്ങുകില്ല, ആനന്ദം നേടാതടങ്ങുകില്ല. ആയിരം വസന്തം മനസ്സിൽ ഉണരും, ആയിരം വസന്തം മനസ്സിൽ ഉണരും. നിൻ ദിവ്യപാദം തേടുവോ വയലിലെ പൂ പോലെ ശോഭിതം. നിൻ ദിവ്യപാദം തേടുവോ വയലിലെ പൂ പോലെ ശോഭിതം. നിന്റെ മനോഹര ജീവിതം നേടുവാൻ പരസ്പര സ്നേഹം നുകരും. നിന്റെ മനോഹര ജീവിതം നേടുവാൻ പരസ്പര സ്നേഹം നുകരും, പരസ്പര സ്നേഹം നുകരും. ആയിരം വസന്തം മനസ്സിൽ ഉണരും, ആയിരം വസന്തം മനസ്സിൽ ഉണരും യേശുവേ നിൻ ഗാനം ആലപിക്കുമ്പോൾ, യേശുവേ നിൻ ഗാനം ആലപിക്കുമ്പോൾ, നിൻ തിരുനാമമെന്നാവിലുണരുമ്പോൾ ആയിരം താരകൾ പൂക്കും. കുഞ്ഞുങ്ങൾ പുഞ്ചിരി തൂകും സ്വരത്തിലും നിൻ ഗാനം, പൂക്കൾ തൻ സുഗന്ധത്തിലും തീരാത്ത നിൻ സാമീപ്യം. ആയിരം വസന്തം മനസ്സിൽ ഉണരും, ആയിരം വസന്തം മനസ്സിൽ ഉണരും. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തുതി. 7-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യം. എൻ്റെ ദൈവമായ യഹോവേ, നിന്നെ ഞാൻ ശരണം പ്രാപിക്കുന്നു. എന്നെ വേട്ടയാടുന്ന എല്ലാവരുടെയും കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ച് വിടുവിക്കണമേ. ദാവീദ് മനം തകർന്ന് കരഞ്ഞ് ദൈവത്തോട് അപേക്ഷിക്കുകയാണ്. ഹൃദയം നുറുങ്ങി വലഞ്ഞുലഞ്ഞ് ഹൃദയമാകെ ദുഃഖം കൊണ്ടും യാതന കൊണ്ടും കൊടുമ്പിരിക്കൊണ്ട് ദൈവപുരുഷൻ ദൈവത്തോട് യാചിക്കുകയാണ്. എൻ്റെ ദൈവമായ യഹോവേ, നിന്നെ ഞാൻ ശരണം പ്രാപിക്കുന്നു. എന്നെ വേട്ടയാടുന്ന
എല്ലാവരുടെയും കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ച് വിടുവിക്കണമേ. മനുഷ്യനെ വിവിധ ദുഃഖങ്ങൾ വേട്ടയാടുന്നു, മനുഷ്യനെ വിവിധ പ്രശ്നങ്ങൾ വേട്ടയാടുന്നു, മനുഷ്യ ജീവിതത്തെ പലതരത്തിലുള്ളതായ യാതനകളും ദുരിതങ്ങളും വേട്ടയാടുന്നു. രോഗങ്ങളും ഭീകരമായ യാതനാവിഷയങ്ങളും വേട്ടയാടുന്നു. ദുഃഖതപ്തമായ പല പല കാര്യങ്ങൾ മനുഷ്യൻ്റെ ജീവിതത്തിൽ ദുരിതം വിതറിക്കൊണ്ട് വേട്ടയാടുന്നു. പാപം മനുഷ്യനെ വേട്ടയാടുന്നു, ശാപം മനുഷ്യനെ വേട്ടയാടുന്നു. നമുക്കും ദാവീദിനോട് ചേർന്ന് പ്രാർത്ഥിക്കണം. എൻ്റെ ദൈവമായ യഹോവേ, നിന്നെ ഞാൻ ശരണം പ്രാപിക്കുന്നു. എന്നെ വേട്ടയാടുന്ന എല്ലാവരുടെയും കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ച് വിടുവിക്കണമേ. പലതരത്തിലുള്ള ഭയവും ഭീതിയും വേട്ടയാടുന്നതുകൊണ്ട്, നാളെയെക്കുറിച്ചുള്ള ആശങ്കകൾ വേട്ടയാടുന്നതുകൊണ്ട്, ജീവിതത്തിലെ പല പ്രതിസന്ധികളും ദുർഘടങ്ങളും വേട്ടയാടുന്നതുകൊണ്ട് മനസ്സ് ഭാരപ്പെട്ടും ആകുലപ്പെട്ടും ആവലാതി പൂണ്ടും വലഞ്ഞു കഴിയുന്ന ആളുകളുണ്ട്. നാമും അങ്ങനെ തന്നെയാണ്. പല പ്രശ്നങ്ങൾ നമ്മെ നേരിടുന്നുണ്ട്, പല പ്രതിസന്ധികൾ നമ്മുടെ മുന്നിലുണ്ട്. മുന്നോട്ടൊരു ചുവട് വയ്ക്കാൻ വയ്യാത്ത വിധത്തിൽ മുന്നിൽ വാതിലുകൾ അടഞ്ഞു കാണുകയാണ്. നമുക്കും പ്രാർത്ഥിക്കണം. എൻ്റെ ദൈവമായ യഹോവേ, നിന്നെ ഞാൻ ശരണം പ്രാപിക്കുന്നു. എന്നെ വേട്ടയാടുന്ന എല്ലാവരുടെയും കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ച് വിടുവിക്കണമേ. എന്തെല്ലാമാണ് നമ്മെ വേട്ടയാടുന്നത്? എല്ലാറ്റിൻ്റെയും ആരംഭത്തിൽ പാപം നമ്മെ വേട്ടയാടുന്നു. ദാവീദിനെ പാപം വേട്ടയാടി. തന്മൂലം അനേകം പ്രശ്നങ്ങൾ ദാവീദിന് നേരിടേണ്ടി വന്നു. പാപം ദാവീദിൻ്റെ പിന്നാലെ ദാവീദിനെ പിടികൂടാൻ അടുത്തു. പാപത്തിൻ്റെ ഘോരഫലങ്ങൾ ദാവീദിനെ ഭീഷണിപ്പെടുത്തി. പാപത്തിൻ്റെ ഭയാനകമായ ആഫ്റ്റർ ഇഫക്ട്സ്, റിയാക്ഷൻസ് ദാവീദിൻ്റെ ജീവിതത്തെ ഉലയ്ക്കുകയും വലയ്ക്കുകയും ചെയ്തു. നമുക്കും പാപം നമ്മെ വേട്ടയാടുന്നു എന്ന് നാം കണ്ടെത്തുകയും പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കുകയും ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായും അത്യന്താപേക്ഷിതമാണ്. നമ്മെ അലട്ടുകയും നമ്മെ പിന്തുടരുകയും നമ്മെ ശിക്ഷകളിലേക്ക് നയിക്കുകയും ആപത്തനർത്ഥങ്ങളിലേക്ക് തള്ളിയിടുകയും ശാപങ്ങൾ നമ്മെ വിടാതെ പിന്തുടരുന്നതിന് ഹേതുഭൂതമാകുകയും ചെയ്യുന്ന പാപത്തെ നാം കണ്ടെത്തുകയും പാപത്തിൻ്റെ നീരാളിപ്പിടുത്തത്തിൽ നിന്ന് നാം മോചനം പ്രാപിക്കുകയും ചെയ്യേണ്ടതാണ്. പാപം നമ്മെ വേട്ടയാടുന്നു. യേശുക്രിസ്തു ജനിക്കുന്നതിന് 750 കൊല്ലം മുൻപ് പ്രവചനമെഴുതിയ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൻ്റെ 1-ാമത്തെ അധ്യായം 2-ാം വാക്യം മുതൽ ഇങ്ങനെ പറയും: ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക. യഹോവ അരുളി ചെയ്യുന്നു, ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരോ എന്നോട് മത്സരിച്ചിരിക്കുന്നു. കാള തൻ്റെ ഉടയവനെയും കഴുത തൻ്റെ യജമാനൻ്റെ പുൽത്തൊട്ടിയെയും അറിയുന്നു, എൻ്റെ ജനമോ അറിയുന്നില്ല, ഇസ്രായേലോ ഗ്രഹിക്കുന്നതുമില്ല. അയ്യോ പാപമുള്ള ജാതി, അകൃത്യഭാരം ചുമക്കുന്ന ജനം, ദുഷ്പ്രവർത്തിക്കാരുടെ സന്തതി, വഷളായി നടക്കുന്ന മക്കൾ. അവർ യഹോവയെ ഉപേക്ഷിച്ചു, ഇസ്രായേലിൻ്റെ പരിശുദ്ധനെ നിരസിച്ചു, പിറകോട്ട് മാറിക്കളഞ്ഞിരിക്കുന്നു. ഇനി നിങ്ങളെ അടിച്ചിട്ട് എന്ത്? നിങ്ങൾ അധികമധികം പിന്മാറുകയുള്ളൂ. തല മുഴുവനും ദീനവും ഹൃദയം മുഴുവനും രോഗവും പിടിച്ചിരിക്കുന്നു. അടി തൊട്ട് മുടി വരെ ഒരു സുഖവുമില്ല. മുറിവും ചതവും പഴുത്ത വ്രണവും മാത്രമേ ഉള്ളൂ. അവയെ ഞെക്കി കഴുകിയിട്ടില്ല, എണ്ണ പുരട്ടി ശമിപ്പിച്ചിട്ട് പോലുമില്ല. ദൈവം വേദനയോടെ മനുഷ്യനെ നോക്കി പറയുന്ന, തൻ്റെ സൃഷ്ടിയായ മനുഷ്യനെ നോക്കി പറയുന്ന, അതിവേദനയോടെ തൻ്റെ കൈപ്പണിയായ മനുഷ്യനെ നോക്കി കരയുന്ന വചനമാണ് യെശയ്യാ പ്രവാചകൻ്റെ നാവിൽ കൂടി പ്രവചനാത്മകമായി ഒഴുകി വന്നത്. ആകാശത്തെയും ഭൂമിയെയും ദൈവം സാക്ഷി നിർത്തിക്കൊണ്ട് പറയുന്നു: ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക. യഹോവ അരുളി ചെയ്യുന്നു, ഞാൻ മക്കളെ പോറ്റി വളർത്തി, ഞാൻ വാത്സല്യത്തോടെ എൻ്റെ കൈപ്പണിയായ മനുഷ്യനെ പരിപാലിച്ചു, പരിപോഷിപ്പിച്ചു.
ഞാൻ പോറ്റി, ഞാൻ പുലർത്തി, ഞാൻ വളർത്തി, ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരോ എന്നോട് മത്സരിച്ചിരിക്കുന്നു. കാള വിശേഷ ബുദ്ധിയില്ലാത്ത മൃഗമാണ്, കഴുത ബുദ്ധിയില്ലാത്ത ജീവിയാണ്. മൃഗങ്ങളിലേക്കും ബുദ്ധിയില്ലാത്ത ജീവിയാണ് കഴുത. കാള തൻ്റെ ഉടയവനെയും കഴുത തൻ്റെ യജമാനൻ്റെ പുൽത്തൊട്ടിയെയും അറിയുന്നു. അത്രയ്ക്ക് പോലും എൻ്റെ കൈപ്പണിയായ മനുഷ്യൻ എന്നെ തിരിച്ചറിയുന്നില്ല. കാളയെപ്പോലെയോ കഴുതയെപ്പോലെയോ അല്ലല്ലോ മനുഷ്യനെ ഞാൻ മെനഞ്ഞത്. വിശേഷ ബുദ്ധിയുള്ളവനായിട്ടല്ലയോ ഞാൻ മെനഞ്ഞത്. മനുഷ്യനെ ഞാൻ സൃഷ്ടിച്ചത് അവന് വിശേഷ ബുദ്ധി നൽകിയല്ലോ. മൃഗങ്ങൾക്കും മറ്റ് ജീവികൾക്കുമെല്ലാം, മനുഷ്യനൊഴികെ മറ്റെല്ലാ തിര്യക്കുകൾക്കും എല്ലാ ജീവികൾക്കും ദേഹമുണ്ട്, ദേഹിയുണ്ട്, പക്ഷേ ആത്മാവില്ല. മനുഷ്യനെ ദൈവം ആത്മാവിനെ നൽകി. ആത്മാവാണ് ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടത്. ദൈവം ആത്മാവാകുന്നു. ദൈവം തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ നാം കാണുന്നത് ആത്മാവിൻ്റെ കാര്യമാണ് പറയുന്നത്. ദൈവത്തിൻ്റെ തേജസ്സിൽ, ദൈവത്തിൻ്റെ മഹത്വത്തിൽ, ദൈവീകമായ പ്രശോഭിതമായ അവസ്ഥയിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവം പറയുന്നു, മനുഷ്യന് ആത്മാവിനെ നൽകി. മനുഷ്യൻ വിശേഷ ബുദ്ധിയുള്ളവനാണ്. എന്നാൽ കാളയെയും കഴുതയെയും മനുഷ്യൻ അധപ്പതിച്ചിരിക്കുന്നു. കാള തൻ്റെ ഉടയവനെയും കഴുത തൻ്റെ യജമാനൻ്റെ പുൽത്തൊട്ടിയെയും അറിയുന്നു. എൻ്റെ ജനമോ അറിയുന്നില്ല, ഇസ്രായേലോ ഗ്രഹിക്കുന്നതുമില്ല. അയ്യോ പാപമുള്ള ജാതി, അകൃത്യഭാരം ചുമക്കുന്ന ജനം, ദുഷ്പ്രവർത്തിക്കാരുടെ സന്തതി, വഷളായി നടക്കുന്ന മക്കൾ. അവർ യഹോവയെ ഉപേക്ഷിച്ചു, ഇസ്രായേലിൻ്റെ പരിശുദ്ധനെ നിരസിച്ചു, പിറകോട്ട് മാറിക്കളഞ്ഞിരിക്കുന്നു. ദൈവത്തെ ഉപേക്ഷിച്ച് പുറകോട്ട് മാറി, ദൈവത്തെ നിഷേധിച്ച് പുറകോട്ട് മാറി, ദൈവിക കൽപ്പനകളെ ധിക്കരിച്ച് പുറകോട്ട് മാറി, ദൈവിക വചനത്തെ എതിർത്ത് പുറകോട്ട് മാറി. അവർ യഹോവയെ ഉപേക്ഷിച്ചു, ഇസ്രായേലിൻ്റെ പരിശുദ്ധനെ നിരസിച്ച് പുറകോട്ട് മാറിക്കളഞ്ഞിരിക്കുന്നു. ദൈവം തമ്പുരാൻ പറയുകയാണ്, മനുഷ്യൻ്റെ അവസ്ഥ ദൈവം വെളിപ്പെടുത്തുകയാണ്. തല മുഴുവനും ദീനം, ഹൃദയം മുഴുവനും രോഗവും പിടിച്ചിരിക്കുന്നു. അടി തൊട്ട് മുടി വരെ ഒരു സുഖവുമില്ല. മുറിവും ചതവും പഴുത്ത വ്രണവും മാത്രമേ ഉള്ളൂ. മുറിവും ചതവും പഴുത്ത വ്രണവുമുള്ള ഒരു ശരീരം, ആസകലം പൊട്ടി ഒലിച്ച്, ശരീരമാസകലം ജീർണിച്ച്, ശരീരമാസകലം അത് പഴുത്ത് ചോരയും ചലവും ഒലിച്ചുകൊണ്ടിരിക്കുന്നു എങ്കിൽ, ദുർഗന്ധം മലീമസമായ ആ അവസ്ഥയിൽ ഒലിച്ചിറങ്ങുന്നു എങ്കിൽ എത്രമാത്രം ജുഗുപ്സാവഹമാണ്, എത്രമാത്രം അറപ്പും വെറുപ്പും ഉളവാക്കുന്നതാണ്, എത്രമാത്രം ലജ്ജാകരമാണ്. ആ അവസ്ഥയിലാണ് മനുഷ്യൻ്റെ ആത്മാവിൻ്റെ സ്ഥിതി. തല മുഴുവനും ദീനവും ഹൃദയം മുഴുവനും രോഗവും പിടിച്ചിരിക്കുന്നു. തലയിലെ ചിന്തയിൽ പാപം, തലച്ചോറിൽ പാപം, തലയിലെ വിചാരത്തിൽ പാപം, ഹൃദയത്തിലെ വികാരത്തിൽ പാപം, ഹൃദയത്തിലെ ആഗ്രഹങ്ങളിൽ പാപം. തല മുഴുവനും ദീനവും ഹൃദയം മുഴുവനും രോഗവും പിടിച്ചിരിക്കുന്നു. വിചാരത്തിലും വികാരത്തിലും പാപം. കർത്താവ് അതിവേദനയോടെ പറയുകയാണ്, ഇനി നിങ്ങളെ അടിച്ചിട്ട് എന്ത്? ഞാൻ നിങ്ങളെ നന്നാകാനായിട്ട് ശിക്ഷകൾ നിങ്ങൾക്ക് തന്നു. ഞാൻ നിങ്ങൾ രൂപാന്തരപ്പെടുവാനായി, നിങ്ങൾ വിശുദ്ധീകരണം അനുഭവിക്കുവാനായി, പാപം വിട്ടൊഴിഞ്ഞ് സ്വർഗരാജ്യത്തിൻ്റെ അവകാശികളായി തീരുവാനായി നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ മൃദുലവും നിങ്ങൾക്ക് സൗമ്യവുമായി അനുഭവിക്കാൻ താങ്ങാൻ പറ്റുന്നതിനപ്പുറമല്ലാത്തതായ ശിക്ഷണങ്ങൾ തന്നു. പക്ഷേ നിങ്ങൾ അധിമധികം പിന്മാറുകയാണ്. ഇനി നിങ്ങളെ അടിച്ചിട്ടെന്ത്? നിങ്ങൾ അധിമധികം പിന്മാറുകയുള്ളൂ. തല മുഴുവനും ദീനവും ഹൃദയം മുഴുവനും രോഗവും പിടിച്ചിരിക്കുന്നു. അടി തൊട്ട് മുടി വരെ ഒരു സുഖവുമില്ല. മുറിവും ചതവും പഴുത്ത വ്രണവും മാത്രമേ ഉള്ളൂ. അവയെ ഞെക്കിക്കഴുകിയിട്ടില്ല, വെച്ച് കെട്ടിയിട്ടില്ല, എണ്ണ പുരട്ടി ശമിപ്പിച്ചിട്ട് പോലുമില്ല. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 2-ാം വാക്യം മുതൽ. സഹോദരങ്ങളെ, ഈ വാക്കുകളെ നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുന്നല്ലോ. നമ്മുടെ അവസ്ഥയാണിത്, മനുഷ്യൻ്റെ അവസ്ഥയാണിത്. മനുഷ്യൻ്റെ ജീവിതം മുഴുവൻ പാപം. ഇംഗ്ലീഷിൽ പാപം എന്ന വാക്കിന് സിൻ എന്നാണ് വാക്ക്. സിൻ എന്നാണ് പറയുന്നത്. സിൻ എന്നതിൻ്റെ നടുവിലെത്തിയ അക്ഷരം ഐ എന്നാണ്. ഐ. ഒരു ചിന്തകൻ പറഞ്ഞു, ഓൾവേസ് ഐ ഇൻ ദ മിഡിൽ ഓഫ് സിൻ. എപ്പോഴും ഞാൻ പാപത്തിൻ്റെ നടുവിൽ, എപ്പോഴും ഞാൻ പാപത്തിൻ്റെ നടുവിൽ. അയ്യോ, ഞാൻ പാപത്തിൻ്റെ നടുവിൽ. ഐ എന്ന അക്ഷരം, അയ്യോ ഞാൻ പാപത്തിൻ്റെ നടുവിൽ. ഐ എന്ന അക്ഷരം ഒരു വാക്കാകുമ്പോൾ
ഞാൻ എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. ഞാൻ പാപത്തിൻ്റെ നടുവിൽ. യെശയ്യാ പ്രവാചകൻ 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിൻ്റെ തേജസ് കണ്ടു, ദൈവത്തിൻ്റെ മഹത്വം കണ്ടു. 5-ാം അധ്യായത്തിൽ പാപം ചെയ്യുന്നവരെ കുറിച്ച് അയ്യോ കഷ്ടം എന്ന് നിലവിച്ച പ്രവാചകനാണ്. പാപം ചെയ്യുന്നവരെ നോക്കി കഷ്ടം പറഞ്ഞ പ്രവാചകനാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായത്തിൽ മദ്യപാനികൾക്ക് അയ്യോ കഷ്ടം എന്ന് പ്രവാചകൻ പറയുന്നുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായത്തിൽ അതിക്രമം ചെയ്യുന്നവർക്ക് അയ്യോ കഷ്ടം എന്ന് പ്രവാചകൻ പറയുന്നുണ്ട്. യെശയ്യാ പ്രവചനം 5-ാം അധ്യായത്തിൽ പ്രവാചകൻ പറയുന്നു, വ്യാജഭാഷം കൊണ്ട് അകൃത്യത്തെയും വണ്ടിക്കയറുകൊണ്ടെന്ന പോലെ പാപത്തെയും വലിക്കുന്ന ആളുകൾക്ക് അയ്യോ കഷ്ടമെന്ന്. തിന്മയ്ക്ക് നന്മ എന്നും നന്മയ്ക്ക് തിന്മ എന്നും പേർ പറയുകയും ഇരുട്ടിനെ വെളിച്ചവും വെളിച്ചത്തെ ഇരുട്ടുമാക്കുകയും കയ്പിനെ മധുരവും മധുരത്തെ കയ്പുമാക്കുകയും ചെയ്യുന്നവർക്ക് അയ്യോ കഷ്ടം എന്ന് പ്രവാചകൻ 5:20 പറയുന്നു. 21 വീണ്ടും പറയുന്നു, തങ്ങൾക്ക് തന്നെ ജ്ഞാനികളായും തങ്ങൾക്ക് തന്നെ വിവേകികളായും തോന്നുന്നവർക്കും അയ്യോ കഷ്ടം എന്ന് പറയുന്നു. 22-ാം വാക്യത്തിൽ പ്രവാചകൻ പറയുന്നു, വീഞ്ഞു കുടിപ്പാൻ വീരന്മാരും മദ്യം കലർത്തുവാൻ ശൂരന്മാരുമായുള്ളവർക്കും സമ്മാന നിമിത്തം ദുഷ്ടനെ നീതീകരിക്കുകയും നീതിമാന്റെ നീതിയെ ഇല്ലാതാക്കുകയും ചെയ്യുന്നവർക്കും അയ്യോ കഷ്ടം എന്ന് പ്രവാചകൻ പറയുന്നു. പ്രവാചകൻ ഈ പറയുന്ന വാക്കുകളൊക്കെയും പാപം ചെയ്യുന്നവർക്ക് അയ്യോ കഷ്ടമെന്ന് പ്രവാചകൻ സങ്കടത്തോടെ പറയുകയാണ്. എന്നാൽ 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പ്രവാചകൻ തേജോമയനായ ദൈവത്തെ കണ്ടു. ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്ന അതിപരിശുദ്ധനായ നിത്യശോഭിതനായ നിത്യപ്രകാശമായ മഹത്വപൂർണനായ തേജോമയനായ ദൈവത്തെ കണ്ടു. നിത്യനായ ദൈവത്തിൻ്റെ തേജസ് കണ്ടപ്പോൾ പ്രവാചകൻ കരയാൻ തുടങ്ങി. എനിക്കയ്യോ കഷ്ടം, ഞാൻ നശിച്ചു. മറ്റുള്ളവർക്ക് അയ്യോ കഷ്ടമെന്ന് പറഞ്ഞ പ്രവാചകൻ ഇപ്പോൾ പറയുന്നു, എനിക്ക് അയ്യോ കഷ്ടമെന്ന്. ഓൾവേസ് ഐ ഇൻ ദ മിഡിൽ ഓഫ് സിൻ. എപ്പോഴും സത്യമായ ചിന്ത, എപ്പോഴും യഥാർത്ഥമായ ചിന്ത, എപ്പോഴും ഞാൻ ഒരാൾ പാപത്തിന് നടുവിലെന്ന്. എന്നിൽ പാപമുണ്ട്, എൻ്റെ അവയവങ്ങളിൽ പാപമുണ്ട്, എൻ്റെ ചുണ്ടുകളിൽ പാപമുണ്ട്, എൻ്റെ കൈകളിൽ പാപമുണ്ട്, എൻ്റെ ചിന്താഗതികളിൽ പാപമുണ്ട്, എൻ്റെ താല്പര്യങ്ങളിൽ പാപമുണ്ട്, എൻ്റെ ആഗ്രഹങ്ങളിൽ പാപമുണ്ട്, എൻ്റെ നിരൂപണത്തിൽ പാപമുണ്ട്, എൻ്റെ മനോരാജ്യത്തിൽ പാപമുണ്ട്. പ്രിയപ്പെട്ടവരെ, അത് കണ്ടെത്തുന്നത് ഭാഗ്യമാണ്. ഓൾവേസ് ഐ ഇൻ ദ മിഡിൽ ഓഫ് സിൻ. പ്രവാചകൻ അത് കണ്ടെത്തി. അത് സാക്ഷാത്തായ ഒരു അനുഭവമാണ്. അത് വളരെ ശ്രേഷ്ഠമായ ഒരു അനുഭവമാണ്. പ്രവാചകൻ 6-ാം അധ്യായത്തിൽ പറയും, 6-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം, ഞാൻ പറഞ്ഞു എന്നാണ് പ്രവാചകൻ പറയുന്നത്, അപ്പോൾ ഞാൻ ശുദ്ധിയില്ലാത്ത ആദരങ്ങളുള്ള ഒരു മനുഷ്യൻ, എനിക്കയ്യോ കഷ്ടം. പ്രവാചകൻ അങ്ങനെ പറഞ്ഞാണ് തുടങ്ങുന്നത്, എനിക്കയ്യോ കഷ്ടം, ഞാൻ ശുദ്ധിയില്ലാത്ത ആദരങ്ങളുള്ള ഒരു മനുഷ്യൻ. ഞാൻ വചനം പറഞ്ഞു, ഞാൻ മറ്റുള്ളവർക്ക് പാപമുള്ളത് കൊണ്ട് അയ്യോ കഷ്ടമെന്ന് പറഞ്ഞു. ഞാൻ ആദ്യത്തെ അധ്യായത്തിൽ ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവിതരിക, യഹോവ അരുളി ചെയ്യുന്നു എന്നുള്ള ദൈവത്തിൻ്റെ അരുളപ്പാട്, സനാതന സത്യങ്ങൾ ഞാൻ അല്പം പോലും മയമില്ലാതെ ജനത്തെ അറിയിച്ചു. എന്നാൽ എനിക്കയ്യോ കഷ്ടം. തന്നെത്താൻ കണ്ടു. തന്നെത്താൻ കണ്ടപ്പോൾ എനിക്ക് കഷ്ടമെന്നാണ് പ്രവാചകൻ പറയുന്നത്. എനിക്കയ്യോ കഷ്ടം, ഞാൻ ശുദ്ധിയില്ലാത്ത ആധരങ്ങളുള്ള ഒരു മനുഷ്യൻ. ഈ ശുദ്ധിയില്ലാത്ത അധരം കൊണ്ടാണ് ഞാൻ പ്രവചനം പറഞ്ഞത്. ഈ ശുദ്ധിയില്ലാത്ത അധരം കൊണ്ടാണ് ഞാൻ യഹോവയുടെ അരുളപ്പാട് പ്രസ്താവിച്ചത്. ഈ ശുദ്ധിയില്ലാത്ത അധരം കൊണ്ടാണ് അയ്യോ നിത്യനായ ദൈവത്തിൻ്റെ തേജോമയമായ വചനം ഞാൻ നാവിലെടുത്തത്. ദൈവമേ ക്ഷമിക്കണമേ, എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യൻ. പ്രവാചകൻ തന്നെത്താൻ കാണുകയാണ്. എനിക്ക് ഞാൻ നാശം വരുത്തിയല്ലോ, എനിക്ക് ദോഷം ഞാൻ തന്നെ വരുത്തിയല്ലോ, എന്നിൽ പാപമുണ്ടല്ലോ. സഹോദരങ്ങളെ, എപ്പോഴും നിങ്ങൾ ചിന്തിക്കൂ, ജയജീവിതത്തിനും സംസ്കാരഭദ്രമായ ജീവിതത്തിനും ഐശ്വര്യപൂർണമായ ജീവിതത്തിനും ഉത്കർഷോന്മുഖമായ ജീവിതത്തിനും നിങ്ങൾ കൊതിക്കുന്നു എങ്കിൽ, ശോഭനമായ നല്ല നാളിലേക്ക് കുതിച്ചു കയറാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ, നിങ്ങൾ കണ്ടെത്തുക, കർത്താവേ എനിക്ക് തിരുത്താൻ ഏറെയുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഇനിയും മാറ്റം വരേണ്ടതുണ്ട്, ഇനിയും പരിവർത്തനം സംഭവിക്കേണ്ടതുണ്ട്. കർത്താവേ, ഞാൻ നിൻ്റെ വചനം പറഞ്ഞു, ഞാൻ നിൻ്റെ വേല ചെയ്തു, ഞാൻ പലരെയും ഉപദേശിച്ചു. എൻ്റെ നാഥ, ഇന്ന്
ഞാനിതാ എന്നെ തന്നെ ഉപദേശിക്കേണ്ട സ്ഥിതിയാണ്. റോമർക്ക് എഴുതിയ ലേഖനം, അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൽ അപ്പോസ്തലൻ പറയും, ഹേ അന്യനെ ഉപദേശിക്കുന്നവനെ, നീ നിന്നെ തന്നെ ഉപദേശിക്കാത്തത് എന്ത്? പ്രിയപ്പെട്ടവരെ, അപ്പോസ്തലനായ പൗലോസ് തന്നോട് തന്നെ പറയുകയാണ്, മറ്റുള്ളവരോടും പറയുകയാണ്. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഹേ അന്യനെ ഉപദേശിക്കുന്നവനെ, നീ നിന്നെ തന്നെ ഉപദേശിക്കാത്തത് എന്ത്? അപ്പോസ്തലനായ പൗലോസ് കോരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ 1-ാമത്തെ കോരിന്ത്യ ലേഖനം 9-ാം അധ്യായത്തിന്റെ ഒടുവിലത്തെ ഭാഗത്ത് പറയും, മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന് എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുക എത്രയേ ചെയ്യുന്നത്. മറ്റുള്ളവരോട് ഞാൻ പ്രസംഗിച്ചു, പക്ഷേ ഒരു സാധ്യതയുണ്ട്, ഞാനും പക്ഷേ വീണുപോകുമോ? എന്നെ വീഴാതെ നിർത്തുന്നത് കൃപയാണ്, എന്നെ പാപത്തിൽ പോകാതെ നിർത്തുന്നത് കൃപയാണ്. പാപത്തിൻ്റെ മലീമസമായ രംഗങ്ങളിലേക്ക് ഞാൻ നഷ്ടപ്പെട്ടു പോകാതെ എന്നെ കാക്കുന്നതും എന്നെ പുലർത്തുന്നതും എന്നെ പരിപാലിക്കുന്നതും എനിക്ക് സംരക്ഷണം തരുന്നതും ദൈവത്തിൻ്റെ കൃപയാണ്. എൻ്റെ ദൈവമേ, എന്നാൽ അങ്ങനെ ഒരു സാധ്യതയുണ്ട്. ഞാനൊരു മനുഷ്യനാണ്, ഞാൻ കേവലം ഒരു ബലഹീന മനുഷ്യനാണ്. മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന് എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുക എത്രയേ ചെയ്യുന്നത്. കോരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനത്തിലാണ് ആ വാക്യം നാം കാണുന്നത്. 1 കോരിന്ത്യ ലേഖനം 9-ാം അധ്യായം 27-ാമത്തെ വാക്യമാണ്. മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന് എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുക എത്രയേ ചെയ്യുന്നത്. അത് ലിവിങ് ബൈബിളിൽ ആ വാക്യം കുറെ കൂടി അർത്ഥപുഷ്ടമാണ്. ലിവിങ് ബൈബിൾ വായിക്കുമെങ്കിൽ, ഇംഗ്ലീഷ് ഭാഷ അറിയാവുന്നവര് ലിവിങ് ബൈബിളിൽ ഈ വാക്യം വായിക്കുമെങ്കിൽ അവിടെ എങ്ങനെയാണ് നാം വായിക്കുന്നത്? ലൈക്ക് എൻ അത്ലറ്റ് ഐ പണിഷ് മൈ ബോഡി. ഒരു കായികാഭ്യാസിയെ പോലെ ഞാൻ എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിക്കുകയാണ്, ശരീരത്തെ ശിക്ഷിക്കുകയാണ്, ശരീരത്തെ ഉപവാസത്തിന് വിട്ടുകൊടുക്കുകയാണ്, ശരീരത്തെ ദണ്ഡിപ്പിക്കുകയാണ്. ലൈക്ക് എൻ അത്ലറ്റ് ഐ പണിഷ് മൈ ബോഡി, ടെസ്റ്റിംഗ് ഇറ്റ്, ട്രീറ്റിംഗ് ഇറ്റ് റഫ്ലി, ട്രെയിനിങ് ഇറ്റ് ടു ഡു വാട്ട് ഇറ്റ് ഷുഡ്. അത് ചെയ്യേണ്ടത് എന്ത് എന്ന്, അതെന്താണ് ചെയ്യേണ്ടത്, എൻ്റെ ശരീരം ചെയ്യേണ്ടത് എന്ത് എന്ന് അതിനെ പരിശീലിപ്പിച്ചുകൊണ്ട്, അതിന് ട്രെയിനിങ് കൊടുത്തുകൊണ്ട് ഞാൻ എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിക്കുകയാണ്. അരുതാത്തത് ചെയ്യാതിരിക്കാൻ, ചെയ്യേണ്ടത് മാത്രം ചെയ്യുവാൻ, ചെയ്യരുതാത്തത് ചെയ്യാതിരിക്കുവാൻ ഞാൻ എൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളെ ദണ്ഡിപ്പിക്കുകയും ശിക്ഷണത്തിൽ വിധേയപ്പെടുത്തുകയും ചെയ്യുകയാണ്. ലൈക്ക് എൻ അത്ലറ്റ് ഐ പണിഷ് മൈ ബോഡി, ട്രീറ്റിംഗ് ഇറ്റ് റഫ്ലി, ട്രെയിനിങ് ഇറ്റ് ടു ഡു വാട്ട് ഇറ്റ് ഷുഡ്. അത് ചെയ്യേണ്ടത് മാത്രം ചെയ്യുവാൻ എൻ്റെ ശരീരത്തിന് ഞാൻ അഭ്യാസം കൊടുക്കുകയാണ്, ശരീരാഭ്യാസം കൊടുക്കുകയാണ്, ശരീരത്തിന് ഞാൻ ട്രെയിനിങ് കൊടുക്കുകയാണ്. വീണ്ടും പറയുന്നു, അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, otherwise I fear that after enlisting others for the race, ഞാൻ പേടിച്ചു പോവുകയാണ്. അനേകം പേരെ ഓട്ടക്കളത്തിൽ ഓടുവാൻ ഞാൻ തയ്യാറാക്കി, അവരെ ഓടുന്നതിനുള്ള പരിശീലനം കൊടുത്തു, അവർക്ക് ഓടുന്നതിനുള്ള കോച്ചിങ് കൊടുത്തു, ഓടുന്നതിനുള്ള ട്രെയിനിങ് കൊടുത്തു, ഓടുന്നതിനുള്ള അഭ്യാസം കൊടുത്തു. അങ്ങനെ അവരെ എൻലിസ്റ്റ് ചെയ്ത് അവരെ എല്ലാവരെയും ഓടുന്നതിന് തയ്യാറാക്കി ഞാൻ നിർത്തി. അതർവൈസ് ഐ ഫിയർ ദാറ്റ് ആഫ്റ്റർ എൻലിസ്റ്റിംഗ് അതേഴ്സ് ഫോർ ദ റേസ് ഐ മൈസെൽഫ് മൈറ്റ് ബി ഡിക്ലെയർഡ് അൺഫിറ്റ്. ഞാൻ ഒരു പക്ഷേ അൺഫിറ്റ് ആണെന്ന് ഡിക്ലെയർഡ് ആകാൻ ഒരു സാധ്യതയുണ്ട്. ഐ മൈസെൽഫ് മൈറ്റ് ബി ഡിക്ലെയർഡ് അൺഫിറ്റ്. അമ്പയർ കടന്നു വരുമ്പോൾ, കളിയുടെ നിയന്താവ് കടന്നു വരുമ്പോൾ, കളി നിയന്ത്രിക്കേണ്ട ആൾ കടന്നു വരുമ്പോൾ, കളിയിൽ വിധി കൽപ്പിക്കേണ്ട ആൾ കടന്നു വരുമ്പോൾ, കളിയെക്കുറിച്ച് ആധികാരികമായി അഭിപ്രായം പറയാനുള്ള ആൾ കടന്നു വരുമ്പോൾ എനിക്കിങ്ങനെ ഒരു അബദ്ധം പറ്റിയേക്കാം. ഞാൻ എല്ലാവരെയും കളിക്ക് അഭ്യാസം കൊടുത്ത് നിർത്തിയിട്ട്, ഓടാൻ അഭ്യാസം കൊടുത്ത് നിർത്തിയിട്ട് അമ്പയർ കടന്നു വരുമ്പോൾ എന്നോട് പക്ഷേ പറയുമോ ഞാൻ അൺഫിറ്റ് ആണ്, ഇവിടെ നിൽക്കാൻ യോഗ്യതയില്ലാത്തവനാണ് എന്നോട് പറയുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അതർവൈസ് ഐ ഫിയർ ദാറ്റ് ആഫ്റ്റർ എൻലിസ്റ്റിംഗ് അതേഴ്സ് ഫോർ ദ റേസ് ഐ മൈസെൽഫ് മൈറ്റ് ബി ഡിക്ലെയർഡ് അൺഫിറ്റ് ആൻഡ് ഓർഡർ ടു സ്റ്റാൻഡ് അസൈഡ്. മാറി നിൽക്കാൻ എന്നോട് പറയുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, മറക്കല്ലേ, ക്രിസ്തീയ ജീവിതം കളിയല്ല, വിശ്വാസ ജീവിതം നിസ്സാരമല്ല, ആത്മീയ ജീവിതം ചീപ്പ് അല്ല, അത് വില കുറഞ്ഞതല്ല, അത് വളരെ കോസ്റ്റ്ലിയാണ്, അത് വളരെ ഗൗരവതരമാണ്. ശരീരത്തിലും മനസ്സിലും ആത്മാവിലും കരുതലോടെ ജീവിക്കേണ്ടതാണ്. ഒരണുവിൽ പോലും തെറ്റുപറ്റാതെ നിൽക്കേണ്ടതാണ്. വളരെ സൂക്ഷ്മതയോടെ നിൽക്കുന്നെങ്കിൽ മാത്രമേ അക്കരെ ഓടിയെത്താൻ കഴിയുകയുള്ളൂ. ഓട്ടക്കളത്തിൽ വന്നു എന്നുള്ളത് കൊണ്ട്
ഓടി ജയം പ്രാപിക്കണമെന്നില്ല. അനേകരും ഓടുന്നുണ്ട്, നിങ്ങളും പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവീൻ എന്നാണ് അപ്പോസ്തലൻ അവിടെ പറയുന്നത്. അനേകർ ഓട്ടക്കളത്തിലേക്ക് വരുന്നുണ്ട്, നിങ്ങളും പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവീൻ. ഒരുവനെ വിരുദ് പ്രാപിക്കുന്നുള്ളൂ. ഓട്ടക്കളത്തിൽ ഓടി അനേകം പേർ ഓടുന്നുണ്ട്, അനേകം പേർ ഓട്ടക്കളത്തിൽ നിരന്ന് നിൽക്കുന്നുണ്ട്. ആ ഓട്ടക്കളത്തിൽ ഈ അത്ലറ്റുകളെല്ലാം ഓടാൻ തയ്യാറായി നിൽക്കുന്നവരിൽ അവസാനം ബിരുദം നേടുന്നത്, ജയാളിയായി തീരുന്നത്, ജേതാവായി പരിലസിക്കുന്നത് ഏറ്റവും ഒന്നാമനായി വരുന്നവനാണ്. ദൈവ പൈതലേ, നിന്റെ ജീവിതത്തിൽ പാപം വരാതെ നീ സൂക്ഷിച്ചുകൊള്ളുക. പാപം നിന്നെ വേട്ടയാടാൻ ഇടയാകാതെ നീ സൂക്ഷിച്ചുകൊള്ളുക. പാപത്തിന്റെ ദൂഷ്യഫലങ്ങൾ നിന്നെ പിന്തുടരാതെ നിന്നെ തന്നെ നീ കാത്തുകൊള്ളുക. അനേകരെ ദൈവത്തിന്റെ വചനം നീ പറഞ്ഞു കൊടുത്തു എന്ന് വരാം, അനേകം കൂട്ടായ്മകൾ നടത്തി എന്ന് വരാം, അനേകം അനുഗ്രഹീത ശുശ്രൂഷകൾ നിർവഹിച്ചു എന്ന് വരാം, അനേകരെ നീ കോരിത്തരിപ്പിച്ചു എന്ന് വരാം. പക്ഷേ ദൈവ പൈതലേ, നിന്റെ ജീവിതത്തിൽ പാപം വരാതെ നിന്നെ തന്നെ സൂക്ഷിച്ചു കൊള്ളുക. അപ്പോസ്തലൻ കൊരിന്ത്യർ ലേഖനം 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായത്തിൽ 13-ാം വാക്യത്തിൽ പറയുകയാണ്, മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ, നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയുന്ന ഇതേ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ അവൻ പരീക്ഷയോടുകൂടെ പോക്കുവഴി ഉണ്ടാക്കും. തുടർന്ന് പറയുന്നു, ആകയാൽ താൻ നിൽക്കുന്നെന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ. നിൽക്കുന്നെന്ന് തോന്നുന്നവർ അനേകരുണ്ട്, നിൽക്കുന്നെന്ന് ഭാവിക്കുന്നവർ അനേകരുണ്ട്, ഭക്തിയുടെ വേഷം ധരിക്കുന്നവർ അനേകരുണ്ട്, പക്ഷെ അതിന്റെ ശക്തി ത്യജിക്കുന്നവരാണ് അനേകര് എന്ന് തീമോഥെയോസിന് എഴുതിയ 2-ാമത്തെ ലേഖനം 3-ാം അധ്യായത്തിൽ ആരംഭഭാഗത്ത് അപ്പോസ്തലൻ പറയും. ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തി ത്യജിക്കുന്നവര്. ഓർക്കൂ ദൈവ പൈതലേ, നീ വാക്കുകളെ കേൾക്കുമ്പോൾ ഓർക്കൂ, പാപത്തെ കളിയായി കാണരുത്, പാപത്തെ നിസ്സാരമായി എണ്ണരുത്, പാപം നിന്നെ വേട്ടയാടാൻ ഇടവരുത്തരുത്, പാപത്തിന്റെ ദൂഷ്യഫലങ്ങളിലേക്ക് നിന്നെ വലിച്ചഴക്കാൻ ഇടവരരുത്, പാപത്തിന്റെ ഭീകര ദുരിതത്തിലേക്ക് മകനെ നീ നഷ്ടത്തിലേക്ക് നിന്റെ ഭാവി കലാശിക്കുവാൻ നീ വിട്ടുകൊടുക്കരുത്. ദൈവ പൈതലേ, നിന്റെ ഭാവി ജീവിതം നാശോന്മുഖമാകാൻ നീ കാരണക്കാരിയാകരുത്. മകനെ, നീ കാരണക്കാരനാകരുത്. മാന്യയൗവനക്കാര, പ്രിയ സ്നേഹിത, നിന്റെ ആയുസ് ഇപ്പോൾ ക്രിസ്തുവിന്റെ കരങ്ങളിലേക്ക് നീ കൊടുക്കൂ. യേശു പാപത്തിന്റെ പരിഹാരമായി ക്രൂസിൽ മരിച്ചു. നിന്റെ പാപം ക്രൂസിൽ പേറി. നീ ഏൽക്കേണ്ട ശിക്ഷ അവൻ സ്വന്തം ശരീരത്തെ ഏറ്റു. അവൻ ത്യാഗോജ്വലമായ സ്നേഹത്തിന്റെ പ്രതീകമായി ക്രൂസിൽ ജീവൻ വെടിഞ്ഞു. തന്റെ ദിവ്യ ജീവൻ അവൻ കുരിശിൽ വെടിഞ്ഞത് മകനെ നിന്റെ പാപച്ചെളിയിൽ നിന്നെ കരയേറ്റാനാണ്, പാപത്തിന്റെ പടികുഴിയിൽ നിന്നെ ഉദ്ധരിക്കുവാനാണ്, പാപത്തിന്റെ ഭീകരമായ ആക്രമണത്തിൽ നിനക്ക് മോചനം തരുവാനാണ്. ഇനിയും പാപത്തിൽ രസിക്കല്ലേ, ഇനിയും പാപത്തിന് പിന്നാലെ പോകല്ലേ, ഇനിയും നിന്റെ ജീവിതം പാപത്തിന് വിട്ടുകൊടുക്കല്ലേ. ദൈവത്തിന് സമാധാനം കൊടുക്കുവീൻ, ജീവനുള്ള ദൈവത്തിന് ആശ്വാസം കൊടുക്കുവീൻ, ദൈവത്തിന്റെ പ്രസാദകരമായ ജീവിതം തുടങ്ങുവീൻ, ദൈവത്തിന്റെ ഹൃദയത്തിലേക്ക് എതിരേൽക്കുവീൻ. ക്രൂസിൽ മരിച്ചവനെ നിന്റെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചുകൊണ്ട് നിന്റെ മാറിലേക്ക് യേശുവിനെ കൈക്കൊള്ളുവീൻ. നാഥാ, നീ എന്റെ മാറിൽ വിശ്രമിക്കണമേ, എന്റെ ഹൃദയത്തിലേക്ക് വരണമേ, എന്നിൽ നീ വാഴണമേ. ദൈവജനമേ, നിങ്ങൾ പ്രാർത്ഥിപ്പീൻ, നിങ്ങളുടെ ഹൃദയം ക്രിസ്തുവിന് തുറന്നു കൊടുക്കുവീൻ, ക്രിസ്തുവിനോട് വാക്ക് പറയുവീൻ, അവനായി ജീവിതം വിട്ടുകൊടുക്കുവീൻ. പാപമില്ലാത്ത ജീവിതത്തിന്റെ സൗഖ്യവും മധുരമയും സന്തോഷവും ആമദ്ഭുതം ആസ്വദിക്കുവീൻ. ദൈവത്തിനായി നിങ്ങൾ തന്നെ വേർതിരിപ്പീൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനേ, മഹാകാരുണ്യവാനേ, അൻപുള്ള പിതാവേ, ഈ നല്ല സന്ദർഭത്തിനായി നന്ദിയോടെ സ്തോത്രം. ജീവന്റെ അരുളപ്പാടുകൾക്കായി നന്ദിയോടെ സ്തോത്രം. സ്നേഹത്തിന്റെ സന്ദേശത്തിനായി നന്ദിയോടെ സ്തോത്രം. സ്വർഗീയ മർമ്മങ്ങൾ തരുന്നതിനായി നന്ദിയോടെ സ്തോത്രം. എൻ്റെ നാഥ, ഇന്ന് ഈ വചനം കേട്ട എല്ലാവരെയും ഓടുന്ന് തൃക്കരം നീട്ടി ആശീർവദിക്കണമേ. ആണിപ്പാടുള്ള കരം ഈ വചനം കേട്ട് എല്ലാവരുടെയും ശിരസിൽ വെക്കണമേ. രോഗികൾ കർത്താവെ സൗഖ്യം പ്രാപിക്കണമേ. പൈശാചിക ബാധയിൽ വലയുന്നവര് പിശാചിന്റെ ബന്ധനം കഴിഞ്ഞ് സ്വതന്ത്രരായി തീരണമേ. കുടുംബശാന്തി ഇല്ലാത്തവര് സമാധാനം അനുഭവിക്കണമേ. അനേക ജീവിതത്തിൽ യേശുവേ നിന്റെ അത്ഭുതകരം വെച്ച് ഇപ്പോൾ ശാന്തി അരുളണമേ, അത്ഭുതകർമ്മ പകരണമേ. എല്ലാവരെയും വാഴ്ത്തണമേ, എല്ലാവരെയും അനുഗ്രഹിക്കണമേ. സ്വർഗീയ അഗ്നിയാൽ എല്ലാവരെയും അഭിഷേകം ചെയ്യണമേ. മഹത്വം രാജാധിരാജന് മാത്രം. യേശുവിൻ നാമത്തിൽ തന്നെ.